ഇന്ന് ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ ജാതിയെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ കെയ്ലൈറ്റ് പി പി ഫാമിലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കിട്ടുന്ന ഒരു കണ്ടൻ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിടുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടിട്ട് കോളനി പോലെ ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ കോളനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? കറുത്ത ആൾക്കാരായതുകൊണ്ടാണോ അതോ വീട് ഭംഗിയില്ലാത്ത ആൾക്കാരായതുകൊണ്ടാണോ കോളനി ലുക്ക് എന്നൊക്കെ പറയുന്നത്? ഒരു കൃത്യമായിട്ടുള്ള മറുപടി അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ നമുക്കൊരു കമൻറ്റ് വന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, എന്നാലും ഒരു രസകരമായ ഒരു കമൻറ്റ് വന്നു. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് എനിക്ക് വന്ന കമൻറ്റ് കേട്ടോ, ഒറിജിനൽ കോളനി സ്റ്റൈൽ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളാൾക്ക് കമൻറ്റ് കൊടുത്തത്, തിരിച്ച് കമൻറ്റ് കൊടുത്തത് തന്നെ, താങ്ക് യു, ഞാൻ കോളനി പുലേനാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു, ചേട്ടൻ ഏത് ഇല്ലത്തെയാന്ന് ചോദിച്ചിട്ടാ. അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരുടെ പ്രശ്നം എന്താന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എനിക്കൊരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കേട്ടാ. ചോദിക്കുന്ന ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതുപോലെയുള്ള ആൾക്കാർക്ക് എന്താണ് കുഴപ്പം? വേട്ടന്മാരിനെ പുലയന്മാരിനെ കോളനിയിൽ താമസിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഈ വലിയ വലിയ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നത് കോളനി പോലെയല്ല. എന്താ പറയുക, ഈ സോബ സിറ്റി പോലെയുള്ള സ്ഥലങ്ങൾ കോളനി പോലെയല്ല, വില്ലകൾ കോളനി പോലെയല്ല. ഇവരൊക്കെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പുലയൻ തന്നെയാണ്, വേട്ടവും തന്നെയാണ്. അതിൽ നമ്മൾ അന്തസ്സോട് കൂടി തന്നെ ജീവിക്കുന്നത്. ഒരാളെ കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല, തെറ്റുകൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മനസ്സിലാവാത്തൊരു ചോദ്യം, ഈ കോളനിക്കാരൻ വേട്ടന്മാരെയൊക്കെ കാണുമ്പോൾ ഇവർക്ക് എന്തോ കുഴപ്പം? വല്ലവർക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. എന്താ കാരണം വെച്ചാൽ പലപ്പോഴായി നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കേൾക്കാറുണ്ട്. ഇപ്പൊ കൂടാതെ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നും കേട്ട് തുടങ്ങിയിട്ട് കുറെ നാളായിട്ട് കേൾക്കണതാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തതാണ് കേട്ടോ, ഇത് എന്തുകൊണ്ടാണ് ഇവരിതിങ്ങനെ പറയുന്നേ എന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളവല്ലോരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായി. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടെ. എനിക്ക് കുറെ നാളായിട്ടുള്ള സംശയമാണ്, എന്താണ് വേട്ടവന്മാർക്കും കോളനിയിൽ താമസിക്കുന്നവർക്കുള്ള ഒരു കുഴപ്പം. അപ്പൊ ആരും തെറ്റിദ്ധരിക്കരുത്, സത്യസന്ധമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്തോട്ടാ. ഇതിൽ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് കോളനി ലുക്കുകൾ വരുന്നുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ സാഹചര്യം കൊണ്ട് പലരും പല സാഹചര്യത്തിലാണ് ജനിക്കുന്നതും വളരുന്നതൊക്കെ. പലരും പലതരത്തിലുള്ള വീടുകളിലാണ് ജനിക്കുന്നത്. ചിലപ്പോൾ മാർബിളിട്ട വീടുകളിൽ ജനിക്കുന്നവരായിരിക്കും, മണ്ണിട്ട വീടുകളിൽ ജനിക്കുന്നവരായിരിക്കും. അപ്പോൾ പലർക്കും പലതരത്തിലായിരിക്കും എക്സ്പീരിയൻസ് ഉണ്ടാവുക ലൈഫിൽ. എല്ലാവർക്കും മണിമാളിക കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ കോളനി എന്ന് ഉദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ താഴ്ന്ന ജാതി എന്ന് ഉദ്ദേശിക്കുന്നതും എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ കറുത്തതും വെളുത്തതുമായിട്ടുള്ള മനുഷ്യനുണ്ടാകും, സ്വാഭാവികം. മനുഷ്യനാണ്, ആണും പെണ്ണും ഉണ്ടായിരിക്കും, സ്വാഭാവികം. അതിനപ്പുറത്തേക്ക് വേറൊരു ജാതിയൊന്നുമില്ല. ഈ നിറം തന്നെ ദൈവത്തിന് പറ്റിയൊരു അബദ്ധമാണ്. കറുത്ത ഒരു മനുഷ്യർ, വെളുത്തൊരു മനുഷ്യർ എന്ന് പറയുന്നത് ദൈവത്തിന് പറ്റിയൊരു അബദ്ധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനുഷ്യനായിട്ട് എല്ലാവരും ഒരേപോലെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഈ വേർതിരിവ് ഉണ്ടാവില്ല. പിന്നെ പല സാഹചര്യങ്ങൾ കൊണ്ടും പലരും പലതരത്തിലുള്ള വീടുകളിൽ ജനിക്കുന്നു. പെട്ടെന്ന് ഒരു മണിമാളികയിലുള്ള ഒരു വ്യക്തിക്ക് പോയിട്ട് മാർബിൾ ഇട്ട വീട്ടിലുള്ള ഒരു വ്യക്തിക്ക് പാവപ്പെട്ടവൻ്റെ മണ്ണിട്ട ചുമരിലുള്ള അല്ലെങ്കിൽ തടം കൊണ്ട് കെട്ടിയ ഒരു വീട്ടിൽ വരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവനുണ്ടായിരിക്കും. അതുകൊണ്ടാണോ അവൻ കോളനിയായി മാറുന്നത്? അതൊക്കെ മനസ്സിൻ്റെയാണ്. അതിനെ ഒരു പക്ഷേ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അവൻ എക്സ്പ്രസ് ചെയ്യാതിരുന്ന കാര്യം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെന്ത് കരുതിയിട്ടാണ് നിങ്ങൾ കോളനിയാണ്, പുലയന്മാരാണ്, അവർ പറഞ്ഞിട്ടുണ്ട് പുലയരാണെന്നുള്ളത്, വേട്ടോമാരാണ്, മനുഷ്യരാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ മാതിരി തൊലിഞ്ഞ ജാതി വർഗീയത എവിടേക്കാണ് ഈ പോണത്? മനുഷ്യനായിട്ട് കാണ്. തലയിൽ തട്ടിട്ടാലും തൊപ്പി വെച്ചാലും പൂണൂലിട്ടാലും എല്ലാം ഇട്ട് കഴിഞ്ഞാലും എല്ലാം ഒരു ഇത് തന്നെയാണ്. ആണും പെണ്ണും അത്രേ ഉള്ളൂ ഇവിടെ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഈ പുലയനും ചെറുമനും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യനല്ലേ ഉണ്ടാവണത്? മേനോനും നമ്പൂതിരിയും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണക്കിണ്ടിയൊന്നുമല്ലല്ലോ പുറത്തേക്ക് വരുന്നത്, കുട്ടി തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ അത്രേ ഉള്ളൂ. അല്ലാതെ അതിന്മേൽ പിടിച്ചൊരു ജാതി വ്യവസ്ഥ കാണിക്കുക. തൊലി വെളുത്തവന് ജാതിയില്ലേ? തൊലി വെളുത്തവൻ്റെ ജാതി എന്താ? അവന് സ്വർണ്ണക്കടയിൽ പോയി കഴിഞ്ഞാൽ സ്വർണ്ണം ഫ്രീ ആയിട്ട് കിട്ടുമോ? അല്ലെങ്കിൽ ഒരു ചാക്കാരി ഫ്രീ ആയിട്ട് കിട്ടുമോ? അധ്വാനിക്കണം. അധ്വാനിക്കുന്നവൻ്റെ ശരീരം ചിലപ്പോൾ കറക്കും, വിയർക്കും. ചിലപ്പോൾ അവൻ്റെ വീട് സാഹചര്യങ്ങളൊക്കെ കെട്ടിപ്പൊതുക്കി വരികാനായിട്ടൊക്കെ കുറച്ച് സമയമെടുക്കും. പക്ഷെ എന്ന് കരുതിയിട്ട് ഇത്ര ആൾക്കാരെ വിളിച്ചിട്ട് ഊക്കരുത്. ഊക്കാന്നല്ല ഞാൻ പറയണത്, പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പറയാതിരിക്കുകയാണ്. തൊലിഞ്ഞ സമ്പ്രദായം,
അവൻ്റെ ഒരു തൊലിഞ്ഞ കമൻ്റ് ഇട്ടേക്കുക, കോളനി ലുക്ക് ഉണ്ടല്ലോ, നിൻ്റെ അച്ഛനായിരിക്കും കോളനി ലുക്ക് ഉണ്ടാവുക, നിൻ്റെ അച്ഛൻ ഇതിനും വളരെ മോശമായിട്ടുള്ള കോളനി ആയിരിക്കും ഉണ്ടാവുക. അവരുടെ കണ്ടൻറ് റൈറ്റിൻ്റെ ഒരു പടി നിനക്ക് പറ്റൂടാ. നീ ഇത്രയും വലിയ സമ്പന്നനാണെങ്കിൽ, ജാതി കൊണ്ട് ഉയർന്നവനും ഉന്നത കുല സമ്പന്നനും ആണെന്നുണ്ടെങ്കിൽ നിനക്ക് പറ്റുന്നെങ്കിൽ കാണിക്കുക. അവർ റീസെൻ്റ്ലി ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ, ആ ഒരു പാട്ട് വെടിക്കെട്ടിനൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയുടെ വ്യൂസും അവരുടെ ആ പാടിയ ആൾ തന്നെ അത് കമൻറ്റ് ചെയ്തേക്കണം കണ്ടോ. 7 അയലത്ത് എത്താൻ പറ്റില്ല, ജാതി കൊണ്ടൊരു മാങ്ങാത്തോലി നടക്കില്ല, ജാതി കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു, പട്ടും വളയും കിട്ടും കേട്ടോ. മനുഷ്യരെ തമ്മിൽ തല്ലുപിടിക്കാനും മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാനും അല്ലാതെ ഈ മാങ്ങാത്തോലി കൊണ്ട് വേറെ ഒന്നിനും പറ്റില്ല. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ഹാപ്പി ആയിട്ട് പോകണം, അവരുടെ സാഹചര്യങ്ങളിൽ അവർ സന്തുഷ്ടരാണ്, അവർ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ വീട് കാര്യങ്ങൾ കാണുന്നത് അവരൊന്നും ഒളിക്കുന്നില്ല. അപ്പോൾ നിനക്ക് പറ്റാത്തത് അവർക്ക് കൊണ്ട് പല കാര്യങ്ങളും പറ്റുന്നുണ്ട്. നിൻ്റെ തൊലി വെളുത്തതായിരിക്കും, നിൻ്റെ ജാതി ഉയർന്നതായിരിക്കും, പക്ഷേ ഒന്നുകൊണ്ടും നീ ഈ മനുഷ്യരേക്കാൾ ഉയർന്നതല്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. നിൻ്റെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ തൊലിഞ്ഞ കമൻസ് കാര്യങ്ങൾ നിർത്തുക, മനുഷ്യരായിട്ട് കാണുക. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ കാണുന്നതാണ്, എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്പൂതിരിപ്പെട്ടവർക്ക് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചൊന്നും കൊടുക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ബിരിയാണിയുടെ മന്തിയുടെ ഫോട്ടോ കൃഷ്ണനിൽ വെച്ചിട്ട് അബദ്ധവശാൽ വെച്ചതായിരിക്കും അത് ഒരു പക്ഷേ മനഃപൂർവ്വം വെച്ചതാണെന്നുണ്ടെങ്കിൽ തെണ്ടിത്തരാണത്. അബദ്ധവശാൽ മേ ബി ഞാൻ അതിനെ ഒരു അബദ്ധം എന്ന് പറഞ്ഞപ്പോൾ കടയുടെ മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയത് എല്ലാവർക്കും അവനവൻ്റെ പ്രൊഡക്റ്റ് ദൈവങ്ങൾക്ക് സമർപ്പിച്ചിട്ടാണല്ലോ നമ്മൾ ദൈവവിശ്വാസമുള്ളവർ. മേ ബി ആ ഒരു ആശ്ചര്യത്തിൽ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു എന്നുള്ള രീതിയിലായിരിക്കാം മേ ബി. മനഃപൂർവ്വമാണെങ്കിൽ അവൻ്റെ കഴപ്പ് അത്രേ ഉള്ളൂ. അപ്പോൾ പക്ഷെ എന്നാലും ആൾക്കാർ ക്ഷമിച്ച് അതിനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്കാണ് ഇത്തരത്തിലുള്ള കമൻറ്റോളികളുടെ ഇവർക്ക് കമൻറ്റ് ചെയ്യാനേ അറിയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു ധൈര്യം കാര്യങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. വെല്ലുവിളിക്കും, മണ്ടത്തരങ്ങൾ ചെയ്യും, പ്രഹസനങ്ങൾ ഉണ്ടാക്കും, കലാപങ്ങളുണ്ടാക്കും. നന്മ എന്താണെന്നോ നേരെന്താണെന്നോ ഇത്തരം തന്തയില്ലായ്മ ഉള്ളവർക്ക് അറിയില്ല. കമൻറ്റ് ഇട്ടോ, പക്ഷേ അവരിങ്ങനെ ഉയർന്നു വരും. അവരെന്നല്ല, ഇത്തരത്തിലുള്ള എല്ലാവരും ഉയർന്നു വരും കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റോളികൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പുരാണത്തിൽ നിങ്ങൾ ഏത് ജാതിയിൽ ഏത് വർഗത്തിൽപ്പെട്ടതാണെന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ല. എന്തായാലും കമൻ്റ് ഇട്ടാൽ നല്ല വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളതും കൂടി വയറ് നിറച്ച് കൊടുക്കുക, ഒന്ന് സമാധാനമാവട്ടെ.